UAE തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു അത്ഭുത സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ അബുദാബിയിലുള്ള BAPS ഹിന്ദു മന്ദിറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ഗൾഫ് മേഖലയിൽ തന്നെ ആദ്യത്തെ പരമ്പരാഗതമായ ഒരു ഹിന്ദു മന്ദിറാണ് ഈ BAPS ഹിന്ദു മന്ദിർ. ആത്മീയതയും സൗഹൃദവും നിറഞ്ഞ ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ മഹത്തരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. BAPS മന്ദിറിന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ആ ടൈം സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്തത് വൈകിട്ട് 5 മണിക്കാണ്. നമുക്ക് ഈ അമ്പലം വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെ അവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് പാലിച്ച് തന്നെ നമുക്ക് ഈ ഒരു അമ്പലത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ആ സെക്യൂരിറ്റി ചെക്കിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മുടെ അമ്പലത്തിലെ കാഴ്ചകൾ നമ്മൾ ആരംഭിക്കുന്നത്. ദൂരെ നിന്ന് തന്നെ അമ്പലത്തിന്റെ ആ ഒരു ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, അതേപോലെ ഒരു സൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ നടക്കുന്ന പ്രത്യേകമായ പരിപാടികളിലേക്ക് ഒരു ബോർഡൊക്കെ നമുക്ക് പോകുന്ന വഴി കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സൺസെറ്റ് സമയത്താണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലെ കാഴ്ചകൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സൺസെറ്റ് സമയം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. അതുപോലെ മാക്സിമം ആൾക്കാർ വിസിറ്റ് ചെയ്യുമ്പോൾ സൺസെറ്റ് സമയത്ത് തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേക ഒരു വൈബാണ് നമ്മളവിടെ വരുമ്പോൾ. അമ്പലത്തിലെ കാഴ്ചകൾ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഈ പാദരക്ഷകൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ നമ്മൾ അഴിച്ചു വെക്കണം. എന്നിട്ട് നഗ്നപാതനായി തന്നെയാണ് നമ്മൾ ഈ അമ്പലത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാലാതീതമായ കല, അതിരുകളില്ലാത്ത സംസ്കാരം, കാലാതീതമായ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു അമ്പലത്തെ വിശാലമായ മരുഭൂമിയിൽ വിരിഞ്ഞ ഗംഭീരമായ ഒരു താമരയോടാണ് ഉപമിക്കുന്നത്. പുരാതന ക്ഷേത്ര വാസ്തുവിദ്യ അനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ഈ അമ്പലം ഒരു തരി പോലും സ്റ്റീൽ ഉപയോഗിക്കാതെ തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏകദേശം 5000-ഓളം വരുന്ന കരകൗശല വിദഗ്ധരുടെ നേതൃത്വത്തിൽ 21,000 ടൺ പിങ്ക് സാൻഡ്സ്റ്റോണും വെളുത്ത മാർബിളും ഉപയോഗിച്ച് സങ്കീർണമായി കൈകൊണ്ട് കൊത്തിയെടുത്ത് ഏകദേശം 30,000 കഷ്ണങ്ങളാക്കി ഇവ പിന്നീട് അബുദാബിയിൽ കൊണ്ടുവന്ന് ഒരു ഭീമൻ 3D ജിക്സോ പോലെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മന്ദിറിന്റെ വാസ്തുവിദ്യ അത്ഭുതത്തെക്കാൾ ഏറ്റവും പ്രചോദനം നൽകുന്നത് ഈ മന്ദിറിന്റെ സൃഷ്ടാവിന്റെ ദർശനാത്മകരമായ വാക്കുകളാണ്. ഈ മന്ദിറിന്റെ ഉദ്ഘാടനത്തിന് ഏകദേശം 3 വർഷം മുമ്പ് തിരുമേനി മഹന്ത് സ്വാമി മഹാരാജ് ഇങ്ങനെ എഴുതി: കല്ലുകളെക്കാളും ഇഷ്ടികകളെക്കാളും ഉപരി ഈ മന്ദിർ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു വാസസ്ഥലമായിരിക്കും. ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ജീവിതങ്ങളെ മാറ്റുകയും ചെയ്യുന്ന നിരവധി അത്ഭുതങ്ങളുടെ ഒരു സങ്കേതമായിരിക്കും ഈ മന്ദിർ. ഇത് വിശ്വാസത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും ആത്മീയ ഐക്യത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് ഇവിടെ തുടക്കമിടും. एवं गंगा आरती एवं भारत की अन्य पवित्र नदियों का जल भी है। The Ganga Puja and Ganga Aarti. अब हम गंगा आरती का लाभ प्राप्त करेंगे। अन्य दर्शनार्थी अपने स्थान पर से ही इस विधि के दर्शन करेंगे। എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന ഒരു പൂജയാണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗാ ആരതി. അപ്പൊ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ വൈകിട്ട് തന്നെ ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പൂജയിലൊക്കെ പങ്കെടുത്ത് അതിന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റും. പൂർണ്ണമായും പരമ്പരാഗതമായ ഇന്ത്യൻ വാസ്തുശാസ്ത്രപ്രകാരമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷ്മമായ കൊത്തുപണികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, ഹിന്ദു ദേവതകളുടെ പ്രതിമകൾ എല്ലാം അത്യപൂർവകരമായ ഒരു സൗന്ദര്യമാണ് ഈ ഒരു ക്ഷേത്രത്തിന് നൽകുന്നത്.
ഇവിടെയുള്ള 7 ഗോപുരങ്ങൾ ഇന്ത്യയിലെ ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, കാവേരി, സരസ്വതി, സിന്ധു എന്നീ വിശുദ്ധ നദികളെ പ്രതിനിധീകരിക്കുന്നു. മുഖ്യ ഗർഭഗൃഹത്തിൽ ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ശ്രീ ശിവൻ, ശ്രീ ലക്ഷ്മി നാരായൺ, ശ്രീ അയ്യപ്പൻ ഉൾപ്പെടെ വിവിധ ദേവതകളുടെ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിശാലമായ പ്രാർത്ഥനാ ഹാൾ, സാംസ്കാരിക ആത്മീയ പ്രദർശന കേന്ദ്രം, കുട്ടികൾക്കും യുവാക്കൾക്കും വിദ്യാഭ്യാസ പരിപാടികൾ, ലൈബ്രറി, മെഡിറ്റേഷൻ ഹാൾ, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി സൗഹൃദ സോളാർ പവർ സിസ്റ്റത്തിലാണ് ഈ ഒരു മന്ദിർ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇത് ഒരു മതസ്ഥാപനമല്ല എന്നതാണ്. ഈ മന്ദിറിന്റെ കാഴ്ചകൾ മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ ഒരു ഫുഡ് കോർട്ടും അതുപോലെ സ്വീറ്റ് ഷോപ്പുകളും അതുപോലെ സോവനീർ ഷോപ്പും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. UAE ഭരണകൂടവും ഇന്ത്യൻ സമൂഹവും ചേർന്ന് നിർമ്മിച്ച ഈ വിശുദ്ധ സ്ഥലം ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ ഒരു ആത്മീയ കേന്ദ്രമായി തുടരുന്നു. ഈ ഒരു മന്ദിറിന്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ മറ്റൊരു ചർച്ചിന്റെ കാഴ്ചകളും കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പുറമെ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ ഒരു മന്ദിറിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ആ ഒരു ചർച്ചിന്റെ കാഴ്ചകൾ കാണാനാണ്. നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.